ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GD10 എന്ന് പറയുന്ന INVT ഡ്രൈവിൻ്റെ ഒരു അൺബോക്സിങ്ങും അതിൻ്റെ കൂടെ ആ ഡ്രൈവിൻ്റെ ഒരു വർക്കിംഗ് ആണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വിഷൻ കൺട്രോൾസിൻ്റെ ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന INVT ഡ്രൈവാണ്. INVT അറൗണ്ട് GD10 എന്ന് പറയുന്ന ഒരു 2 HP ഡ്രൈവാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്. ഇതാണ് നമ്മളുടെ ഡ്രൈവ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ INVTയുടെ ഡ്രൈവ്. ഇതിനകത്ത് ഡിസ്പ്ലേ ആസ് യൂഷ്വൽ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പീഡ് വേരിയേഷൻ, സ്പീഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നമുക്ക് നോബ് പൊട്ടൻഷ്യോമീറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാം ബട്ടൺ, ക്വിക്ക് ജോഗ്, അങ്ങനെ ഗ്രീനും റെഡും പുഷ് ബട്ടൺ നമുക്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഡ്രൈവ് ആണ്. പിന്നെ സ്പെസിഫിക്കേഷൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. അതായത് 1.5 kW സിംഗിൾ ഫേസ് ഡ്രൈവ് ആണിത്. സിംഗിൾ ഫേസ് 220 ഇൻപുട്ടാണ്. ഓക്കെ, അപ്പോൾ 2 HP ആണ് ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടെർമിനൽസ് ഒന്ന് നോക്കാം. ടെർമിനൽസിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഇതാണ് ടെർമിനൽസ് വരുന്നത്. ഇതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഏകദേശം S1 to S4 അത് ഡിജിറ്റൽ ഇൻപുട്ടാണ്. പിന്നെ ഒരു അനലോഗ് ഇൻപുട്ട്, അനലോഗ് ഔട്ട്പുട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ റിലേ കൊടുത്തിട്ടുണ്ട്. റിലേ RDA/ROC എന്ന് പറയുന്നത് അതിൻ്റെ കോമണും അതിൻ്റെ NOയും ആണ്. പിന്നെ UVW ആൻഡ് LN എന്ന് പറയുന്നത് ഇൻപുട്ട് സപ്ലൈ, ഡ്രൈവിന് കൊടുക്കാനുള്ള സിംഗിൾ ഫേസ് ഇൻപുട്ട് സപ്ലൈ ആണ്. L-ഉം NL-ഉം കൊടുക്കും. UVW മോട്ടോർ വയർ കണക്ട് ചെയ്യാനുള്ളത്. ഇത്രയാണ് ഈ ഡ്രൈവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡിസ്പ്ലേൻ്റെ കാര്യമാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ലാൻ കേബിളാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ പാനലിനകത്ത് മൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയാണ് ഈ ഡ്രൈവിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇത് 2 HP ഡ്രൈവാണ്. 2 HP, അതായത് ഗുഡ് ഡ്രൈവ് GD10 എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു മൈക്രോ കാറ്റഗറിയിൽ വരുന്ന ഡ്രൈവാണ്. ഇതിനകത്ത് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഒരു നോബ് പൊട്ടൻഷ്യോമീറ്റർ, അതായത് സ്പീഡ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നോബ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രൈവാണ്. അതായത് ഇതിൻ്റെ ബോഡി എല്ലാം കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. ഇത് മെയ്ഡ് ഇൻ ചൈനീസ് ആണ്, ബട്ട് ടെക്നോളജി എല്ലാം ഇത് ഐ തിങ്ക് എസ്കവ, അതായത് ജാപ്പനീസ് ബ്രാൻഡുമായിട്ട് ഓൾമോസ്റ്റ് ഈക്വലൻ്റ് ആണ്. പിന്നെ അതേപോലെ നമ്മളിവിടെ വയറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഓൺ ഓഫ് ചെയ്യുന്നു. അതേപോലെ നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ വഴി നമ്മൾ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഡിസ്പ്ലേയിൽ എങ്ങനെയാണ് ഇത് കാണുമ്പോൾ എങ്ങനെയാണുള്ളതെന്നും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഗ്രീൻ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോക്കാം. സ്പീഡ് കറങ്ങും, മോട്ടർ കറങ്ങുന്നുണ്ട്. ഇപ്പോൾ 50 ഹെർട്സിൽ ഇത് റൺ ചെയ്യുന്നുണ്ട്. 50 ഹെർട്സ് ആണ്. നമുക്കിതിൻ്റെ സ്പീഡൊന്ന് കുറയ്ക്കാം. സ്പീഡ് നമ്മൾ കുറയ്ക്കുന്നുണ്ട്. സ്പീഡ് നമ്മൾ ആവശ്യാനുസരണം കൂട്ടുക കാര്യങ്ങളെല്ലാം ചെയ്യാം. പിന്നെ ലോക്കൽ മോഡിൽ നമുക്ക് റൺ ചെയ്യിപ്പിക്കാം. അതിന് റെഡും ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാരാമീറ്ററിൻ്റെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് പാരാമീറ്റർ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കമൻറ്റ്സ് ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു.